കുട്ടികളെ നമസ്കാരം. മനസാ വാച കർമ്മണ അസ്തേയം, അതായത് മോഷണം ചെയ്യാതിരിക്കൽ, അത് ഒരുവന് സകലവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നതാണ് എന്ന വസ്തുത വിസ്തരിച്ച് ഈ വിഷയത്തെ ഉപസംഹരിക്കുകയാണ് കവി ഈ വരുന്ന ശ്ലോകത്തിൽ. അതായത് ബാലോപദേശം 2-ാം ഖണ്ഡത്തിലെ 15-ാം ശ്ലോകത്തിൽ ചെയ്യുന്നത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. അസ്തേനമായ കരണത്രയമുള്ളവന്റെ ഹസ്തേ വരും വിവിധ ദിവ്യമണി സമൂഹം, വിത്തേശനാകുവതിനേ വ്രതമൊന്നുപോരും, ചിത്തേ ഭയം കളക യാചക മോഷകാദൗ. അസ്തേനമായ കരണത്രയം ഉള്ളവന്റെ ഹസ്തേ വിവിധ ദിവ്യമണി സമൂഹം വരും. വിത്തേശൻ ആകുന്നതിന് ഈ വ്രതം ഒന്നുപോരും. യാചക മോഷകാദൗ ഭയം ചിത്തേ കളക. ഇതാണ് ഇതിൻ്റെ ഒരു അന്വയം വരിക. ഇതിൽ സ്തേനം എന്ന് പറഞ്ഞാൽ കള്ളത്തരം, മോഷണം അർത്ഥം. അസ്തേനം എന്ന് പറഞ്ഞാൽ കള്ളത്തമില്ലാത്ത ഒരവസ്ഥ. കരണത്രയം എന്ന് പറഞ്ഞാൽ മനസ്സ്, വാക്ക്, പ്രവൃത്തി, ശരീരം. അപ്പോൾ ഇതാണ് കരണത്രയം. ഇത് വാക്ക് നിശ്ചയില്ലെങ്കിൽ ഇത് എഴുതി വെച്ചോളൂ. അപ്പോൾ അസ്തേനമായ, യാതൊരു വഞ്ചനയോ കള്ളത്തരമോ ഇല്ലാത്ത കരണത്രയം ഉള്ളവന്, അതായത് മനസ്സ്, വാക്ക്, ശരീരം കൊണ്ടുള്ള പ്രവൃത്തി, ഇതാണ് കരണത്രയം. അങ്ങനെയുള്ള ഒരുവന് അസ്തേനമായ, അതായത് മനസാ വാച കർമ്മണ യാതൊരു വഞ്ചനയും കള്ളത്തരവും ഇല്ലാത്ത ഒരുവൻ്റെ ഹസ്തേ, ഹസ്തത്തിൽ, അതായത് ഉള്ളം കയ്യിൽ, അവനവൻ്റെ കൈപ്പിടിയിൽ, വിവിധ എന്ന് പറഞ്ഞാൽ പല പ്രകാരത്തിലുള്ള വിഭിന്നങ്ങളായ ദിവ്യമണി സമൂഹം. ദിവ്യം എന്ന് പറഞ്ഞാൽ ദേവനെ സംബന്ധിച്ചുള്ളതാണ്, അതായത് അലൗകികം ആയിട്ടുള്ളത്, ലൗകികമല്ലാത്തതെന്നർത്ഥം ആണ് ദിവ്യം. പിന്നെ മണി എന്ന് പറഞ്ഞാൽ രത്നം, മുത്ത്, മാണിക്യം എന്നൊക്കെ ഭംഗിയുള്ള വസ്തുവാണ്. അത് വളരെ വില കൂടിയതാണ്. അതാണ് മണി. സമൂഹം എന്ന് പറഞ്ഞാൽ 1-2 അല്ല, ഒരു കൂട്ടം തന്നെയുണ്ട്, ധാരാളം ഉണ്ടാവും എന്നർത്ഥം. അതാണ് ഹസ്തേ വരും എന്ന ഈ ദിവ്യമണി സമൂഹം. അതാണ് കവി ആദ്യം പറയുന്നത്. ചുരുക്കത്തിൽ കള്ളത്തരം ചെയ്യാത്തവന്, കള്ളത്തരം പറയാത്തവന്, കള്ളത്തരം ചിന്തിക്കാത്തവന് ധാരാളം ഐശ്വര്യം വന്നു ചേരുന്നതാണ് എന്നാണ് പറയണത്. വിത്തേശന്, വിത്തേശൻ എന്ന് പറഞ്ഞാൽ വിത്തത്തിൻ്റെ ഈശൻ, അതായത് ധനത്തിൻ്റെ നാഥൻ, കുബേരൻ. അങ്ങനെ കുബേരനാവാൻ, അതായത് പണക്കാരനാവാൻ ഈ വ്രതം, വ്രതം എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം, വാക്ക്, മനസ്സ് എന്നീ ത്രിവിധ കരണങ്ങളെ കൊണ്ട് ഉള്ളതും സേവയോടുകൂടിയതും ആയിട്ടുള്ള ഒരു നിഷ്ഠ, ഒരു നിത്യകർമ്മം ആണ് വ്രതം. നോൽമ്പ്, ചിട്ടയോടുകൂടി ചെയ്യുന്ന സൽപ്രവൃത്തി, അത് ഒന്നു പോരും എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വ്രതം നോറ്റാൽ മതി. ഈ ഒരു നോമ്പ് നോറ്റാൽ മതി. എന്താ? ഞാൻ കളവ് പറയില്ല, കളവ് ചെയ്യില്ല, കളവിന് ചിന്തിക്കുക ഇല്ല എന്നുള്ള ഒരു വ്രതം നോറ്റ ആൾക്ക് കയ്യിൽ ധാരാളം ഐശ്വര്യം വന്നു ചേരുന്നതാണ് എന്ന് ആണ് കവി ഗ്യാരണ്ടിയായിട്ട് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ് നമ്മളെ. ഈ ഒരേ ഒരു വ്രതം മതി ധനവാനായി തീരാൻ എന്നാണ് പറയുന്നത്.
എന്നിട്ട് പറയാണ്, ചിത്തേ ഭയം കളക, മനസ്സിൽ യാതൊരുവിധ ശങ്കയോ പരിഭ്രമമോ പേടിയോ ഒന്നും വേണ്ട. കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു വ്രതം നോറ്റിരുന്ന് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇറക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ വീണ്ടും മോഷണം തുടങ്ങേണ്ടി വരുമോ എന്നുള്ള ശങ്ക പേടി ഒട്ടും ആവശ്യമില്ല. ഈ വ്രതം നോറ്റുള്ള ഇരിക്കുന്ന ആൾ ഇത് സത്യസന്ധനാണ്, ഇയാൾ ഒരു നല്ല നടപ്പുകാരനാണ്, സത്യം പറയുള്ളൂ പ്രവർത്തിക്കുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പണി തരും. അത് അത്തരം ആൾക്കാർക്ക് കിട്ടാവുന്ന എല്ലാ പണികളും കിട്ടും ചെയ്യും. അപ്പോൾ ദാരിദ്ര്യം ഉണ്ടാവില്ല, മാത്രമല്ല ധനവാനാവും ചെയ്യും. അപ്പോൾ യാതൊന്നും പേടിക്കണ്ട. യാചകനാവോ അല്ലെങ്കിൽ ഒരു മോഷകൻ പറഞ്ഞാൽ മോഷണം ചെയ്യേണ്ട ആൾ ആവോ ഞാൻ ഇങ്ങനെ വ്രതം നോറ്റാൽ എന്ന പേടി ഒട്ടും ആവശ്യമില്ല. അദ്ദേഹം ഉറപ്പിച്ച് പറയാണ്, വിത്തേശനാകും ഈ ഒറ്റ വ്രതം കൊണ്ട്. അത് അസ്തേനം പുളി പറയില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയം. പുളി പ്രവർത്തിക്കില്ല എന്നും അതിനെപ്പറ്റി ചിന്തിക്കില്ല എന്നും ഒക്കെ നിശ്ചയത്തോടു കൂടി നിൽക്കുന്ന ഒരാൾക്ക് ഐശ്വര്യ സമൃദ്ധി ഉണ്ടാവും എന്നുള്ളത് 100% ഉറപ്പ് തരികയാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് ഈ ഉപദേശം സ്വീകരിച്ച് അങ്ങനെയാവാനുള്ള അങ്ങേയറ്റം പരിശ്രമം ചെയ്യണം. നമുക്ക് ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. അസ്തേനമായ കരണത്രയമുള്ളവന്റെ ഹസ്തേ വരും വിവിധ ദിവ്യമണി സമൂഹം വിത്തേശനാകുപതിനീ വ്രതമൊന്നുപോരും ചിത്തേ ഭയം കളക യാചകമോഷകാദൗ. കുട്ടികളെ, മോഷണം മനസാ വാച കർമ്മണ ചെയ്യരുത് എന്ന് പല ഉദാഹരണങ്ങൾ കാണിച്ചുകൊണ്ട് ഉറവങ്കര നമ്മൾക്ക് ഉപദേശം തന്നത്. ഇടയ്ക്ക് നമുക്ക് ഓരോന്ന് ഉരുവിട്ട് പഠിക്കണം, എന്നാലാണ് ഉറച്ചു കിട്ടുള്ളൂ. ആവശ്യാനുസരണം ആവശ്യ സമയത്ത് ഓർമ്മ വരാനും ഒക്കെ അർത്ഥം മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമാവും. ഇനിയും അദ്ദേഹം നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി കുറേ വീണ്ടും ഉപദേശങ്ങൾ തരുന്നുണ്ട്. അത് നമുക്ക് നാളെ തുടരാം. ഇന്ന് ഇവിടെ നിർത്താം. എല്ലാവർക്കും നമസ്കാരം.